നമസ്കാരം. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കപ്പെട്ട ഇ.പി. ജയരാജൻ പിണറായി വിരുദ്ധരായ പാർട്ടിയിലെ വിമതരുടെ നേതാവായി മാറുകയാണെന്നാണ് സൂചന. പാർട്ടിക്കുള്ളിൽ പിണറായിക്കും സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനുമെതിരെയുള്ള പടയൊരുക്കത്തിലാണ് ഇ.പി. പാർട്ടിയെ ഇക്കാലം അത്രയും സഹായിച്ചിരുന്ന സൈബർ പടയിൽ ഒരു വിഭാഗത്തെ ഇ.പി. ഇതിനായി നെടുകെ മുറിച്ച് പിളർത്തി കഴിഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രി കസേര കിട്ടാതെ മുറിവേറ്റ മുൻ മന്ത്രിമാരായ പ്രമുഖർക്കൊപ്പം പാർട്ടി വിരുദ്ധനെന്ന CPM-ഉം പിണറായിയും പരോക്ഷമായി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞ PV അൻവറിന്റെ പിന്തുണയും ഇ.പി.ക്കുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇ.പി.യെ പിന്തുണയ്ക്കുന്നവരിൽ പ്രമുഖരുടെ കൂട്ടത്തിൽ PV അൻവറിന്റെ പേരാണ് പ്രധാനമായുമുള്ളത്. കെ ശൈലജ, തോമസ് ഐസക്, യു പ്രതിഭ എന്നിവരുടെ പിന്തുണയും ഇ.പി.ക്കുണ്ടെന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും തന്നെയില്ല. CPM-നെതിരെ മലബാർ കേന്ദ്രീകരിച്ച് പടയൊരുക്കം നടക്കുന്നുണ്ടെന്നത് PV അൻവർ വിഷയത്തിൽ പിണറായിയുടെ പ്രതികരണത്തിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സൈബർ സഖാക്കളിൽ ഒരു വിഭാഗം കൂട്ടത്തോടെ അൻവറിന് പിന്തുണ നൽകുന്നത് അൻവറിന്റെ അനുകൂലികൾ എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് പിണറായി വിരുദ്ധർ എന്ന നിലയിൽ കൂടിയാണ്. തങ്ങളുടെ വരുതിക്ക് വരാത്ത പിണറായി വിജയനെയും പാർട്ടി നേതൃത്വത്തെയും സംസ്ഥാനത്ത് അടുത്ത തിരഞ്ഞെടുപ്പോടെ തരിപ്പണമാക്കുക എന്ന ലക്ഷ്യത്തിനു പിന്നിൽ ചുക്കാൻ പിടിക്കുന്നതാവട്ടെ സ്വർണ്ണക്കടത്ത് ഹവാല മാഫിയ ആണെന്നത് എടുത്തു പറയേണ്ടതാണ്. മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയ ശേഷം പാർട്ടി പരിപാടികൾ ബഹിഷ്കരിക്കുന്നത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ തുടരുന്നതിനിടെയാണെന്നാണ് ശ്രദ്ധേയം. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചത് ഒഴിച്ചാൽ മറ്റു പരിപാടികളിൽ നിന്നും ഇ.പി. വിട്ടുനിൽക്കുകയാണ്. പാർട്ടി സംഘടിപ്പിച്ച അഴീക്കോടൻ രാഘവൻ അനുസ്മരണത്തിലും മുതിർന്ന നേതാവിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായി. സീതാറാം യെച്ചൂരിക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ പോയപ്പോൾ പിണറായിയുമായി ഇ.പി. കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഒരു സൗഹൃദ കൂടിക്കാഴ്ചയ്ക്കപ്പുറം രാഷ്ട്രീയകാര്യ പ്രശ്ന പരിഹാരങ്ങളിലേക്ക് അത് നീങ്ങിയില്ല. തിങ്കളാഴ്ച പയ്യാമ്പലത്ത് നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ ജയരാജൻ എത്തുമെന്നാണ് ജില്ലാ കമ്മിറ്റി നേരത്തെ അറിയിച്ചിരുന്നത്. ഇ.പി. ആവട്ടെ പരിപാടിയിൽ പങ്കെടുക്കാൻ നിൽക്കാതെ M.M. ലോറൻസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. കഴിഞ്ഞയാഴ്ച സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് അഴീക്കോടൻ അനുസ്മരണത്തിൽ പങ്കെടുക്കേണ്ടവരായി A. വിജയരാഘവൻ, ഇ.പി. ജയരാജൻ, P.K. ശ്രീമതി എന്നിവരെ തീരുമാനിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ 23 ദിവസങ്ങളായി ഒരു പാർട്ടി പരിപാടികളിലും ഇ.പി. പങ്കെടുക്കാതിരുന്നത് ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാർട്ടി സംഘടിപ്പിച്ച എല്ലാ പരിപാടികളിൽ നിന്നും ഇ.പി. വിട്ടുനിൽക്കുകയാണ്. പാർട്ടി കമ്മിറ്റികളിലും പങ്കെടുത്തിട്ടില്ല. ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ പാർട്ടി നിശ്ചയിച്ചെങ്കിലും പങ്കെടുക്കാത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. താൻ ആയുർവേദ ചികിത്സയിലായിരുന്നുവെന്നാണ് ജയരാജൻ ഇതിന് നൽകുന്ന വിശദീകരണമെങ്കിലും ആയുർവേദ ചികിത്സ എന്നത് മറുപടി പറയാനുള്ള ഒരു കാരണമാക്കുക എന്നത് മാത്രമാണ് ഇ.പി. ചെയ്തിരിക്കുന്നത്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ട വിവാദ സംഭവത്തെ തുടർന്നാണ് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത്. ഇക്കാര്യത്തിൽ P. ജയരാജന്റെ കരുനീക്കങ്ങളായിരുന്നു വിജയം കണ്ടത്. ഇതിൽ കടുത്ത അമർഷം ഇ.പി.ക്കുണ്ടെങ്കിലും ഇതുവരെ പരസ്യ പ്രതികരണത്തിന് ഇ.പി. തയ്യാറായിട്ടില്ല. പാർട്ടി നടപടിയോട് തനിക്കുള്ള വിയോജിപ്പ് പറയാതെ പറയുന്ന ഇ.പി.യുടെ നിശബ്ദ നീക്കങ്ങൾ പാർട്ടിയെ രണ്ടായി പിളർക്കുമെന്ന സൂചനകളാണ് നൽകുന്നത്. നന്ദി.